വൺ ടു വൺ മീഡിയ 1 വീക്ക് 1 മൂവി സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സിനിമയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ധാരാളം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് 1 to 1 നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഒന്നും മിസ്സാവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ വരവ് തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. AK സാജൻ്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്തിരിക്കുന്ന ജോജു ജോർജും ഷാജി കൈലാസ് കോംബോ ആദ്യമായിട്ട് ഒന്നിക്കുന്ന സിനിമ. അപ്പോൾ ഞാൻ ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എൻ്റെ ഒരു സുഹൃത്തിനോട് സിനിമയെക്കുറിച്ച് പറഞ്ഞൊരു ഒറ്റ വാചകം എന്ന് പറയുന്നത് ഒരു ടെംപ്ലേറ്റ് ഷാജി കൈലാസ് മൂവി എന്നാണ്. കാര്യം നമുക്കറിയാം, ഷാജി കൈലാസ് ഈ പറയുന്ന പോലെ മാസ് ആക്ഷൻ സിനിമകളുടെ മാസ്റ്ററോ എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ ഇപ്പോൾ ഏതൊരു പുതുമുഖ സംവിധായകനോട് ചോദിച്ചാലും അവരുടെ അവരെ ഒരുപാട് അഡ്മയർ ചെയ്യുന്ന സംവിധായകരുടെ കൂട്ടത്തിൽ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ മാസ് കൊമേഴ്ഷ്യൽ സിനിമകളുടെ സംവിധായകർ എന്ന നിലയിൽ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ അവരെളുപ്പത്തിൽ പറയുന്ന ഒരു പേരായിരിക്കും ഷാജി കൈലാസിൻ്റെ. അതിന് ധാരാളം അദ്ദേഹം ചെയ്തു വെച്ച് അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രാഫി ഒന്ന് പരിശോധിച്ചാലും അതൊരു പക്ഷേ മലയാള സിനിമയുടെ കൊമേഴ്ഷ്യൽ സെക്ടറിൻ്റെ ചരിത്രം മാറ്റിക്കുറിച്ച സിനിമ നരസിംഹം, ആറാം തമ്പുരാൻ, ദ കിങ്, ചിന്താമണി കൊലക്കേസ്, കമ്മീഷണർ, അങ്ങനെ ഒട്ടനവധി സിനിമകൾ. AK സാജൻ ഈ പറയുന്ന അതേ കുറേ കൂടി ഈ പറയുന്ന ഹൈ വോൾട്ടേജ് ആക്ഷൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ക്രൈം ത്രില്ലറുകൾ ചെയ്തിട്ടുണ്ട്. ധ്രുവം പോലുള്ള സിനിമകൾ, ചിന്താമണി കൊലക്കേസ്, കശ്മീരം, ബട്ടർഫ്ലൈസ്, ഇതൊക്കെ ശ്രീ AK സാജൻ്റെ തിരക്കഥകളാണ്. അദ്ദേഹം കോറേറ്റ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ ഈ ഒരു കോംബോ ജോജു ജോർജിനോടൊപ്പം ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സിനിമയെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ സിനിമയിലേക്ക് വന്നാൽ ഈ പറഞ്ഞ പോലെ പോളച്ചൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് ജോജു ജോർജ് അവതരിപ്പിച്ചിട്ടുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും 10 ദിവസത്തെ പരോളിന് വേണ്ടിയിട്ട് തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ ആ 10 ദിവസങ്ങളാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. ഒരു റിവെഞ്ച് ആക്ഷൻ സിനിമയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെംപ്ലേറ്റ് ഷാജി കൈലാസ് സിനിമ. അതായത് ഒരു ഷാജി കൈലാസ് സിനിമയിൽ എന്തൊക്കെ ഉണ്ടാവുമോ അതെല്ലാം സമാസമം ചേർത്ത് പുതിയ അങ്ങനെ വലിയ പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതെ അങ്ങനെ വലിയ പുതുമയൊന്നും അവകാശപ്പെടാനില്ലാത്ത, എന്നാൽ ഷാജി കൈലാസ് സിനിമകൾ ആസ്വദിക്കുന്നവർക്ക് തിയേറ്ററിൽ തീർച്ചയായിട്ടും ഒരു വിരുന്ന് തന്നെ ആയിരിക്കും. എസ്പെഷ്യലി ഒരു 6 ആക്ഷൻ സീക്വൻസുകളുണ്ട് സിനിമയുടെ ഓപ്പണിംഗ് സീൻ തന്നെ ഒരു ബസ്സിനകത്ത് നടക്കുന്ന സംഘടനമാണ്. അത് മുതൽ ക്ലൈമാക്സ് വരെ 6 സംഘടനകളുണ്ട്. ഈ സംഘടനകളും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ S ശരവണൻ, ഹൈ റേഞ്ചാണ് സിനിമയുടെ ഒരു പശ്ചാത്തലം. ഹൈ റേഞ്ച് ബേസിൽ നമ്മൾ ധാരാളം കഥകൾ മലയാള സിനിമയുടെ തുടക്കകാലം മുതലേ വന്നിട്ടുണ്ട്. പക്ഷെ അത്തരം കഥകളിൽ നിന്നല്ല, കഥയുടെ ഒരു സഞ്ചാരം കുറേ കൂടി ആക്ഷൻ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബേസ്ഡ് ആണ്. ഒരു വലിയ താരനിര തന്നെ സിനിമയിലുണ്ട്. മുരളി ഗോപിയാണ് പ്രധാന വില്ലൻ കഥാപാത്രമായിട്ട് വരുന്നത്. സുകന്യ, പഴയകാല നടി, അവർ റീസെൻ്റ്ലി തിരിച്ചു വന്നിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമകളിലൊന്നാണ് വരവ്. ദീപക് പറമ്പോൽ ഒരു പ്രധാന കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ബാബുരാജ്, ബോബി കുര്യൻ, വാണി വിശ്വനാഥ്. എനിക്ക് തോന്നുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം, ഈ റൈഫിൾ ക്ലബിന് ശേഷം വീണ്ടും വാണി വിശ്വനാഥിൻ്റെ ഡയലോഗിന് ഞാൻ വലിയ പ്രേക്ഷക പ്രതികരണം കണ്ട ഒരു സിനിമയാണ് വരവ്. അവരൊരു പോലീസ് ഉദ്യോഗസ്ഥയായിട്ടാണ് സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അഭിനയിച്ചവരെല്ലാം അവരവരുടെ റോളുകൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഒന്ന് ജോജു ജോർജും, രണ്ടാമത്തത് ഈ പറയുന്ന പോലെ മുരളി ഗോപിയുടെ വില്ലൻ കഥാപാത്രമാണ്. ജോജുവിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട്, ഇപ്പം നമ്മൾ പുറിഞ്ചു മറിയം ജോസിലും പണിയിലും ഒക്കെ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയത്തിൻ്റെ കപ്പാസിറ്റി എന്നുള്ളത്. എസ്പെഷ്യലി ജോസഫ് പോലെയുള്ള സിനിമകൾക്ക് അദ്ദേഹം സംസ്ഥാന തലത്തിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുകയും ചെയ്തതാണ്. അപ്പോൾ പക്ഷേ ഇതിലെ വരവിലെ പോളച്ചൻ എന്ന കഥാപാത്രത്തിലേക്ക് വന്നാൽ ഭയങ്കര എക്സ്പ്രസീവായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ പണിയിലെ പോലെയോ അല്ലെങ്കിൽ പൊറിഞ്ചുലെ പോലെയോ ഭയങ്കര എക്സ്പ്രസീവായിട്ടുള്ള, ഒരുപാട് ടോക്കറ്റീവായിട്ടുള്ള ഒരു കഥാപാത്രമല്ല. എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനയും
പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്ന വളരെ സട്ടിലായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. നമ്മൾ ടിപ്പിക്കൽ നായക കഥാപാത്രങ്ങൾക്കുള്ളൊരു ഒരു ഫൺ അങ്ങനത്തെ പരിപാടി ഇല്ല ഈ കഥാപാത്രം. ഇത് വളരെ സട്ടിലായിട്ടാണ് ഡയലോഗുകൾ പോലും വളരെ മിനിമലൈസ് ചെയ്തിട്ടാണ്. പക്ഷേ അത്യാവശ്യം ചില ഡയലോഗ്സൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന നമ്മൾ സ്ഥിരം പറയുന്ന ഈ സ്വാഗ്, ഓറയൊക്കെ നമുക്ക് പുള്ളിയുടെ പല മൊമെൻറ്റുകളും പുള്ളി തരുന്നുണ്ട്. അത് അത്തരം ഹൈ മൊമെൻറ്റുകളാൽ സമ്പന്നമാണ് സിനിമയിലെ ജോജുവിൻ്റെ ചുറ്റിപ്പറ്റിയിട്ടുള്ളത്. പിന്നൊന്ന് മുരളി ഗോപിയുടേത് ഈ പറഞ്ഞ പോലെ വില്ലൻ കഥാപാത്രമാണ് പുള്ളി. ഒരു അച്ചായൻ വില്ലൻ എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ അതും ഈ പറയുന്ന പോലെ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടും സംഭാഷണ ശൈലി കൊണ്ടും ഒക്കെ പുള്ളി ഈ ബൈബിളൊക്കെ കോട്ട് ചെയ്ത രംഗമൊക്കെ തിയേറ്ററിൽ വലിയ റിയാക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ഫൈറ്റ് സീനും ഏതാണ്ട് ആ ബോഡിയൊക്കെ വെച്ചിട്ട് പുള്ളി ഗംഭീരമായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. ഈ 2 കഥാപാത്രങ്ങളാണ് പെർഫോമൻസ് വൈസ് സിനിമയുടെ ഒരു എന്താ പറയുക, ഒരു ഓക്സിജൻ എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സിനിമ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുന്നതോടുകൂടി തന്നെ സിനിമയുടെ ഒരു പിന്നെ പുതിയ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഇയാളുടെ ഒരു റിവെഞ്ച് മോഡ്, നേരത്തെ പറഞ്ഞ പോലെ റിവെഞ്ച് സിനിമയാണ്. അപ്പോൾ ഇയാളുടെ റിവെഞ്ച് മോഡിൻ്റെ ഒരു അഗ്രസീവ് ലൈനാണ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. ആക്ഷൻ സീനുകൾ എനിക്ക് തോന്നുന്നു ഷാജി കൈലാസ് ഈ വൈനിനെ കൊണ്ട് പറയുന്ന പോലെ കാലം കൂടുന്തോറും അതിൻ്റെ വീര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കടുവയൊക്കെ കാപ്പ പോലുള്ള സിനിമകളൊക്കെ അതിൻ്റെ ആക്ഷൻ ബ്ലോക്കുകൾക്ക് വളരെയധികം പ്രശംസ കിട്ടിയ സിനിമകളാണ് ഷാജി കൈലാസിന്. ഏതാണ്ട് ആ പ്രശംസ വീണ്ടും ഒരിക്കൽ കൂടി വളരെ എളുപ്പത്തിൽ ഷാജി കൈലാസ് ഒരു സ്വന്തമാക്കാൻ പോകണം. ഒരു വലിയ ആക്ഷൻ കൊറിയോഗ്രാഫി ടീം തന്നെ ഉണ്ട്. യാനിക് ബെൻ പോലെയുള്ള ഒരു ടീം തന്നെ ഇതിൽ പുള്ളിയോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. ഷമീർ മുഹമ്മദാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ ഇപ്പോഴത്തെ സിനിമകളെ പറ്റിയിട്ടുള്ളൊരു പ്രശ്നം വെച്ചാൽ ഒരു ലെങ്ത്ത് കൂടുതലാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ 3 hour അങ്ങനെയുണ്ട്. പക്ഷേ പുള്ളി വളരെ എന്താണോ പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് വളരെ വൃത്തിക്ക് ട്രിം ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂറും 20 മിനിറ്റ് 25 മിനിറ്റാണ് സിനിമയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് പുള്ളിയുടെ റോള് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഞങ്ങൾ ഖത്തറിലുള്ള പ്രവാസികളെ സംബന്ധിച്ച് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഈ സിനിമയെ പറ്റിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ശ്രീ ചന്ദ്രമോഹൻ പിള്ള സാർ ഇതിലൊരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമയുടെ ഒരു നിർണായക ഘട്ടത്തിൽ വരുന്ന വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോളാണ്. ഒരുപാട് സീനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ഒറ്റ സീനാണ്. പക്ഷേ പുള്ളി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ബൾട്ടിക്ക് ശേഷം പുള്ളി അഭിനയിച്ച സിനിമയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരൊറ്റ സീനാണെങ്കിലും സിനിമയിലെ ഏറ്റവും നിർണായകമായ ഒരു സീനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷെ ഈ സിനിമയ്ക്ക് ശേഷം കൂടുതൽ അവസരങ്ങൾ തേടിയെത്താനുള്ള സ്റ്റഫൊക്കെ ആ ഒരൊറ്റ സീനിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ സീനിൻ്റെ മൊത്തത്തിൽ ആ സീനിന് അങ്ങനെ ആ ഒരു എസ്തെറ്റിക്സ് ഉണ്ട്. കാരണം എപ്പോഴും നമ്മൾ ഷാജി കൈലാസ് സിനിമകളെ കുറിച്ച് പറയുന്നതാണ്. ഇപ്പോൾ പൃഥ്വിരാജൊക്കെ ലൂസിഫറിൻ്റെ സമയത്ത് പറയുന്നുണ്ട് ഷോർട്ട് ഡിവിഷൻ, എങ്ങനെയാണ് ഷോട്ടുകൾ പുള്ളി ഡിവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ ഈ സിനിമയിൽ കാണാം. കാരണം വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ടാണ് ആക്ഷൻസ് നടക്കുന്നത്. ഒന്ന് ഒരു ബസ്സിനകത്താണെങ്കിൽ, പിന്നെ ഒരു ചായക്കടയുടെ ഉള്ളിലാണ്, പിന്നെ ഒന്ന് ഈ കാടിൻ്റെ ഉള്ളിലാണ്. ഈ മറ്റേ ഹൈ റേഞ്ച് കാടുകളുടെ വന്യത, അതിൻ്റെ ഒരു ഭീകരതയൊക്കെ എസ് ശരവണനാണ് സിനിമോട്ടോഗ്രാഫി നേരത്തെ പറഞ്ഞ പോലെ ചെയ്ത്. ശരവണൻ ഗംഭീരമായിട്ട് അയാളുടെ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 2.5 മണിക്കൂർ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ വേറെ ഒരുപാട് ലോജിക്കോ അല്ലെങ്കിൽ ഭയങ്കര ടെക്നിക്കൽ എക്സ്പെരിമെൻറ്റ്സോ ഒന്നുമില്ലാതെ 2.5 മണിക്കൂർ ഒരു ഷാജി കൈലാസ് പടം എൻജോയ് ചെയ്യാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരവിന് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഇനി ഓണക്കാലമാണ്, ധാരാളം സിനിമകൾ റിലീസാവുന്നുണ്ട്. ഖലീഫ, അയാം ഗെയിം, ബത്ലഹേം കുടുംബ യൂണിറ്റ്, ഇപ്പോൾ ഒഡീസി തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. ജനനായകൻ വിജയുടെ 22-ാം തീയതി റിലീസാണ്. അപ്പോൾ കൂടുതൽ എക്സൈറ്റിംഗ് ഒരു സിനിമ റിവ്യൂ ആയിട്ട് വീണ്ടും വരാം. ഇറ്റ്സ് റിബിൻ സൈനിങ് ഓഫ്. താങ്ക് യു.